Hi friends, welcome back. Vivo നല്ലൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് അവരുടെ പുതിയ ഫോണിൽ. എല്ലാ ബ്രാൻഡുകളും കൊണ്ടുവരണം നമ്മൾ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റമാണ്. വേറൊന്നുമല്ല, സെൽഫി ക്യാമറയിലും ഇവർ 4K കൊണ്ടുവന്നിരിക്കുകയാണ്. മറ്റ് ബ്രാൻഡുകൾ ഈ ചില ബ്രാൻഡുകൾ ഒഴിച്ചാൽ ബാക്കി ആരും ഈ ഒരു കാര്യത്തിൽ ഈവൻ 50,000 രൂപയ്ക്ക് പോയാൽ പോലും ഈ സെൽഫി ക്യാമറയ്ക്ക് വലിയ പ്രാമുഖ്യം നൽകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ വിവോ അത് തുടങ്ങിയിരിക്കുന്നു. സെൽഫി ക്യാമറ ഓൾറെഡി നല്ലതാണ്, എല്ലാ ലൈറ്റിംഗ് കണ്ടീഷനിലും പ്ലസ് 4K അടക്കം അതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റി 4K. അത് മാത്രമല്ല, ഇത് ഡിഫറൻ്റ് ആയ ആ ഒരു കളർ ചേഞ്ചിങ് ബാക്ക് ഒക്കെ ആയിട്ടാണ് വരുന്നത്. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തരാം. അതിനു മുമ്പ് ഇതിൻ്റെ ഈ ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് വിവോ V25ൻ്റെ ബോക്സ്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിൽ ഫോൺ ഇരിക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് അതിലോട്ട് എടുക്കാം. കവർ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോണിൻ്റെ ഡിസൈൻ കാണാം. വിവോയുടെ ഇത്തരം ഡിസൈൻ നമ്മൾ കുറച്ചധികം കാണാൻ തുടങ്ങിയല്ലേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട്. എന്തായാലും ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക്. ഇത് നോർമലി ഈ ഒരു കളറിലാണ്, കണ്ടോ. ഇപ്പോൾ ഞാൻ ഔട്ട്ഡോർ പിടിക്കുമ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ കളറ്. ബട്ട് വെയിലത്തൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ രീതിയിലേക്ക് കളർ മാറും. അതായത് സൺലൈറ്റ് അല്ലെങ്കിൽ UV ലൈറ്റ് എന്തെങ്കിലുമൊക്കെ അടിക്കുമ്പോൾ അതിനകത്ത് കളർ ഈ രീതിയിൽ ഗംഭീരമായ രീതിയിൽ മാറുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരു ഫോണാണെങ്കിലും 2 കളറിൽ 2 സാഹചര്യങ്ങളായിട്ട് ഉപയോഗിക്കാൻ കഴിയും. സോ ഒരു നല്ല കാര്യം തന്നെ. നിങ്ങൾക്ക് ഈ ഒരു കളർ ചേഞ്ചിങ് ഇഷ്ടമാണെങ്കിൽ ഇത് നന്നായിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും പറയാം. ബോക്സിൽ വേറെ എന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു കേസ്, കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. കേസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി കേസ് തന്നെയാണ് വരുന്നത്. ചാർജർ വന്നിട്ട് 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ചാർജറാണ് കാണുന്നത്. സോ ഇത്രയുമാണ് ബോക്സിനകത്ത് കണ്ടന്റ്. അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഫോണിലേക്ക് വരാം. അപ്പോൾ ഇതിന്റെ പ്രത്യേകത കളർ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു. ഇത് നമുക്ക് അങ്ങനെ ഡയറക്റ്റ് സൺലൈറ്റിൽ പോകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവുന്നത് മാത്രമല്ല, ചില UV ലൈറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഈ കാണുന്ന രീതിയിൽ പല സംഭവങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാം. അങ്ങനെ പല രീതിയിലും ചെയ്യാം. കുറച്ച് നേരം നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് അത് എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും എന്ന് ചോദിച്ചാൽ ഒരു ഫണ്ടിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ല ഫ്ലാറ്റ് ഡിസൈനാണ് ഇതിൻ്റെ എഡ്ജൊക്കെ, അതായത് സൈഡൊക്കെ ഫ്ലാറ്റ് ആണ്. സോ ഒരു മോഡേൺ ട്രെൻഡി ലുക്ക് എന്ന് പറയാം. ബാക്ക് ഫിംഗർ പ്രിൻറ്റ് ഫ്രീ ആണ്, അതായത് ഒരു മാറ്റ് ഫിനിഷാണ്. കൈ എങ്ങനെ പിടിച്ചാലും സ്മഡ്ജസ് ഒന്നും ആവില്ല. അതും ഒരു നല്ല കാര്യം. 2 കളറിലാണ് വരുന്നത്. സർഫിംഗ് ബ്ലൂ, എലഗന്റ് ബ്ലാക്ക്. ഈ ബ്ലൂവിലാണ് ഈ പറഞ്ഞ കളർ ചേഞ്ചിങ് ഉണ്ടാവുള്ളൂ. ബ്ലാക്കിൽ കളർ ചേഞ്ചിങ് ഉണ്ടാവില്ല. സോ കളർ ചേഞ്ചിങ് വേണമെങ്കിൽ ബ്ലൂ എടുക്കാൻ മറക്കണ്ട. സോ അപ്പോൾ ഇതിന്റെ ഡിസൈനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയല്ലോ. താഴെ നമുക്ക് ഡുവൽ സിമ്മാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ സ്ലോട്ട് കാണാം. മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്. റൈറ്റ് സൈഡിൽ വോളിയം ബട്ടൺ, പവർ ബട്ടൺ. ടോപ്പിൽ ഒരു നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും. റിയർ സൈഡിൽ 64 മെഗാ പിക്സലിന്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള മെയിൻ ക്യാമറയാണ് വരുന്നത്. സെൽഫി ക്യാമറ 50 മെഗാ പിക്സലിന്റെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയാണ്, കാണിച്ചു തരാം. സോ ഫോണിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് വിവോ ഫോണുകളുടെ മെയിൻ ഘടകമായ ക്യാമറയിലേക്ക് വരാം. ക്യാമറയും സ്റ്റൈലും ഒക്കെയാണ് ഇവരുടെ മെയിൻ ഘടകം. ക്യാമറ സാമ്പിളുകൾ ഇവിടെ കാണാം. മെയിൻ ക്യാമറ ഇമേജുകളാണ് നമ്മളിവിടെ കാണുന്നത്. വളരെ നല്ല ക്വാളിറ്റിയുള്ള ഡീസൻ്റ് ആയ ഇമേജുകളാണ് കിട്ടുന്നത്. ക്ലൗഡി സിറ്റുവേഷൻ ആണ് ഭൂരിഭാഗവും, അതായത് മഴയുടെ ഒരു സമയമൊക്കെയാണ് ഫുൾ ടൈം. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ കിട്ടിയ ഇമേജുകളാണ്. ഹ്യൂമൻ സബ്ജക്റ്റ് അടക്കം വരുമ്പോഴും നല്ല ക്വാളിറ്റി ഡീസൻ്റായ ഇമേജുകൾ തന്നെയാണ് കിട്ടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. മെയിൻ ക്യാമറ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം ഡീസൻ്റായ ഒരു ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത്. നോർമലായിട്ടുള്ള ഇൻഡോർ ലൈറ്റിൽ എങ്ങനെയുണ്ടെന്നുള്ളതും നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ടോട്ടലി മെയിൻ ക്യാമറ നന്നായിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ഇമേജുകൾ തന്നെയാണ് കിട്ടുന്നത്. ഇൻഡോർ ലൈറ്റിൽ നമ്മൾ നോർമലി ഇൻഡോർ ലൈറ്റിലൊക്കെ എടുക്കുമ്പോൾ ഈ രീതിയിലുള്ള ഒരു സെൽഫി ഇമേജുകളാണ് നമുക്ക് കിട്ടുക. അതും നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. മെയിൻ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റി. ക്ലൗഡി സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു ഓർക്കണം. സ്റ്റെബിലൈസേഷനൊക്കെ ഇപ്പം മഴയാണ് ഈ സമയത്ത്, അപ്പോഴും നിങ്ങൾക്ക് കാണാം ആ ഒരു സ്റ്റെബിലൈസേഷനും വീഡിയോ ക്വാളിറ്റിയും ഒക്കെ നന്നായിട്ടുണ്ട്. സോ ഡേ ലൈറ്റിലെ വീഡിയോ ക്വാളിറ്റി നന്നായിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ലൈറ്റിലേക്ക് വരുമ്പോൾ ഇത് കുതിരാൻ ടണലിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് വീഡിയോ ആണ്. അതും നന്നായിട്ടുണ്ട്. അതല്ലാത്ത നല്ല ലൈറ്റിംഗ് ഉള്ള സിറ്റുവേഷനിലെ ആർട്ടിഫിഷ്യൽ ലൈറ്റിലേക്ക് വന്നാലും അത് നല്ല ഡീസൻ്റ് ആയ വീഡിയോ ക്വാളിറ്റി തന്നെ നമുക്ക് ഈ ഒരു ക്യാമറ തരുന്നുണ്ട്. സെൽഫി വീഡിയോയുടെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയാണ്. 4K വീഡിയോ ക്വാളിറ്റി. നല്ല മഴയാണ്, ക്ലൗഡിയാണ്, വെയിലും വെളിച്ചമൊന്നും വലിയ കാര്യമായിട്ടില്ല. ആ ഒരു സിറ്റുവേഷനിലും ഒരു അത്യാവശ്യം നല്ല 4K വീഡിയോ കിട്ടുന്നുണ്ട്. സ്റ്റെബിലൈസേഷൻ എങ്ങനെയുണ്ടെന്ന് കൂടി ഒന്ന് കാണാം. 4Kയിൽ ഈ കാണുന്ന പോലുള്ളൊരു സ്റ്റെബിലൈസേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുക. ഇത് മതിയോ? ഇൻഡോർ സെൽഫി വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള ഒരു ക്വാളിറ്റിയും നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ബോക്കെ ഫ്ലെയർ പോർട്രേറ്റ് പോലുള്ള ഫീച്ചറുകൾ, പല തരത്തിലുള്ള ബ്ലറാവുന്നത്, ബാക്ക്ഗ്രൗണ്ട് ബ്ലറാവുന്നത് പല ഡിസൈനിൽ ചെയ്യാൻ കഴിയുന്ന ബോക്കെ ഫ്ലെയർ പോർട്രേറ്റ് സംവിധാനം ഇതിനകത്ത് വരുന്നുണ്ട്. അത് കൂടാതെ ഡുവൽ വീഡിയോ പോലുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡുവൽ വീഡിയോ പോലുള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ വ്ളോഗ് മോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ക്യാമറയിൽ ഈ വ്ളോഗ് മോഡ് എന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് 2, 3, 5 ക്ലിപ്പുകൾ എടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് അവിടെ വരും. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലിപ്പ് ഒരു 4 സെക്കൻഡ്, അടുത്ത ക്ലിപ്പ് ഒരു 4 സെക്കൻഡ്, അങ്ങനെ പല ക്ലിപ്പുകളായിട്ട് എടുത്തിട്ട് ലാസ്റ്റ് ഫൈനലായിട്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് തരും. അങ്ങനെ എടുത്ത ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം.
ഇനി ഇതിന്റെ പെർഫോമൻസ് മീഡിയടെക്കിന്റെ ഡൈമൻസിറ്റി 900 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീസന്റ് ആയ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 8GB എക്സ്റ്റൻഡ് റാം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുമ്പോഴും വലിയ ഹീറ്റിംഗ് ഒന്നും വരുന്നില്ല. അത്യാവശ്യം നല്ല രീതിക്ക് ഗെയിമൊക്കെ കളിക്കാനും സാധിക്കും. ഓവറോൾ പെർഫോമൻസ് ആണെങ്കിലും യാതൊരു ഇഷ്യൂ ഇല്ല. ഫൺ ടച്ച് OS 12 ആൻഡ്രോയിഡ് 12 ബേസ്ഡ് തന്നെയാണ് വരുന്നത്. സോ സോഫ്റ്റ്വെയറിന്റെ തലത്തിലും എല്ലാം ലേറ്റസ്റ്റ് ആയ സെറ്റപ്പ് തന്നെയാണ്. കുറച്ച് ബ്ലോട്ട് വയേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ വേണ്ടാത്തതൊക്കെ നിങ്ങൾക്ക് കുറേയൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. എന്തായാലും ഓവറോൾ ഡീസന്റ് ആയ പെർഫോമൻസ് ഈ ഫോൺ നിങ്ങൾക്ക് തരും. ഇതിന്റെ ഡിസ്പ്ലേ വന്നിട്ട് 6.4 ഇഞ്ച് വരുന്ന 90 ഹെർട്സിന്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. പക്ഷേ പഞ്ച് ഹോൾ അല്ല, ആ ഒരു നോച്ച് ഡിസൈൻ ആണ്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാ ബ്രാൻഡുകളും ഈ ഒരു രീതിയിലേക്ക് വരുന്നു. പക്ഷേ ഡിസ്പ്ലേ നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ഒരു ഓവറോൾ ക്വാളിറ്റിയൊക്കെ ഡീസൻറ്റ് ഡിസ്പ്ലേ ആണ്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. 90 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും ഉണ്ട്. ഇനി ഇതിൻ്റെ സാർവാലി പോലുള്ള കാര്യങ്ങളൊക്കെ ലിമിറ്റിനകത്ത് തന്നെയാണ്, പ്രശ്നമില്ല. ക്യാമറ ടു API ഫുൾ ആണ് വരുന്നത്, ലെവൽ 3 ഇല്ല. OTG സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസറിൻ്റെ പെർഫോമൻസ്, ഫേസ് അൺലോക്ക് എല്ലാം തന്നെയും വളരെ ഫാസ്റ്റായിട്ടും നൈസായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. കരിയർ അഗ്രിഗേഷനും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓവറോൾ വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ബാറ്ററി ആണെങ്കിൽ 4500 mAh ബാറ്ററിയാണ്. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഉണ്ട്. ബാറ്ററി ലൈഫിലും പ്രശ്നമില്ല. ചാർജിങ്ങും ഒരു ഡീസൻ്റ് ആയ ചാർജിങ് എന്ന് പറയാം. സോ ടോട്ടലി ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ ആയാലും പെർഫോമൻസ് ആയാലും ക്യാമറ ആയാലും എല്ലാം നന്നായിട്ടുണ്ട്. ക്യാമറയുടെ മെയിൻ ക്യാമറ പെർഫോമൻസ് വീഡിയോയുടെ കാര്യത്തിലൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ 4K അടക്കം വരുന്നു. ഓവറോൾ ഡീസൻ്റ് ഫോണാണ്. ഇങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ വില ഇപ്പോഴേക്ക് എനിക്കറിയില്ല. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൈസ് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്, വിവോ ഫോണാണ്. ഓൺലൈനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇത് വാല്യൂ ഫോർ മണി അല്ല എന്നുള്ള ആ ഒരു കമൻറ്റിന് ഇവിടെ പ്രസക്തിയില്ല. ഇത് ഓഫ്ലൈൻ ഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ ഫോണുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ അങ്ങനെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അവിടെ കിട്ടാവുന്ന ഒരു നല്ല വിവോ ഫോണാണ്. ഇതിൻ്റെ പ്രൈസ് എത്രയായാലും പെർഫോമൻസ് ഒരു യൂസർ റിവ്യൂ ഇതാണ്. പ്രൈസ് അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഓക്കെ ആവുമോ എന്നുള്ള കാര്യം നിങ്ങൾ വേണം ഡിസൈഡ് ചെയ്യാൻ. പ്രൈസും പർച്ചേസിംഗും ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിവോ V25 വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.